വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബാധിപത്യ മന്ത്രിസഭയാണ് ഇപ്പം നിലവിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ തലത്തിലും മുമ്പേ എങ്ങനെയൊക്കെയായിരുന്നു, ഇപ്പോൾ ലീഗിന്റെ മന്ത്രിമാരെടുത്ത് കഴിഞ്ഞാലും ആർ എസ് പിയുടെ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കറിയാം ആർ എസ് പിക്ക് ഏകദേശം 3ഓളം സീറ്റുണ്ട്. കൊല്ലത്ത് മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടിയാണത്. അവർക്ക് കുന്നത്തൂരുണ്ട്, അതേപോലെ ഇരവിപുരത്തുണ്ട്. കുന്നത്തൂർ ഉല്ലാസ് കോവൂര്, ഇരവിപുരത്ത് വിഷ്ണു മോഹൻ, അതേപോലെ ചവറയിൽ ഷിബു ബേബി ജോൺ. അങ്ങനെ 3 നേതാക്കന്മാരാണ് അവർക്കുള്ളത്. അപ്പം ആർ എസ് പിയിൽ നോക്കുകയാണെങ്കിലും ഷിബു ബേബി ജോണാണ് അവിടെ ഒരു മന്ത്രിയായിട്ട് വരാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു മന്ത്രി. അപ്പം ആ ഒരു ലെഗസി അത്രയും നേതാക്കന്മാരവിടെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഉല്ലാസ് കോവൂരിനെ പോലെ അത്രയും തലമുതിർന്ന ആൾക്കാരുണ്ടാകുമ്പോൾ ആർ എസ് പിയുടെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് കണ്ടി പറഞ്ഞ പോലെ ആരായിരുന്നോ അച്ഛൻ എങ്ങനെയായിരുന്നോ അതേ എന്താ പറയുക പാത പിന്തുടർന്ന് വരുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ആർ എസ് പിയിൽ കണ്ടത്. മാത്രമല്ല എല്ലാ കാര്യത്തിലാണെങ്കിലും ഇപ്പം കോൺഗ്രസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ DIC കോൺഗ്രസ് എല്ലാ തരത്തിലും കോൺഗ്രസിനെ വിഭജിച്ച് DIC എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ച് പോയ ഒരാളാണ് കരുണാകരൻ. ആ കരുണാകരൻ്റെ മകനാണ് മുരളീധരൻ. അദ്ദേഹം മന്ത്രിയാവുന്നു. കാരണം അച്ഛൻ മന്ത്രിയായിരുന്നു, അതുകൊണ്ട് മകന് മന്ത്രിയായി നിന്നിരുന്നു. സെയിം സാധനമാണ് ആർ എസ് പിയിലോട്ടും വരുന്നത്. ബേബി ജോൺ മന്ത്രിയായിരുന്നു, നിലവിൽ ഷിബു ബേബി ജോൺ മന്ത്രിയാവുന്നു. അതുമാത്രമല്ല മുൻ ചീഫ് വിപ്പായിട്ടുള്ള സീതി ഹാജിയുടെ മകൻ ഈ പറഞ്ഞ പോലെ PK ബഷീർ, അദ്ദേഹം മന്ത്രിസഭയിലോട്ട് വരുന്നു. അപ്പോൾ ലീഗിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ അവരുടെ പിതാക്കന്മാർ ഈ പറഞ്ഞ പോലെ മന്ത്രിയാകുന്നു. ആ ഒരു ഒറ്റ സാധനം വെച്ചെങ്ങാണ്ട് ഇവരും മന്ത്രിസഭയിലോട്ട് വരുന്നു. ഇത് മാത്രമല്ല 4 തവണ മന്ത്രിയായിട്ടുണ്ടായിരുന്ന TP ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ മന്ത്രിയാവുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മന്ത്രിയായിരുന്നു, മകനും മന്ത്രിയായി വരുന്നു. അതേപോലെ തന്നെ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ നിലവിൽ VE അബ്ദുൽ ഗഫൂർ, അദ്ദേഹം പറഞ്ഞ ലീഗിൻ്റെ നേതാവാണ്. അച്ഛൻ മന്ത്രിയാകുന്നു, അതുകൊണ്ട് മകനും മന്ത്രിയാകുന്നു. അതുമാത്രമല്ല ഇതിലേറ്റവും പ്രത്യേകത തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ്റെ ഭാര്യ KA തുളസി, അദ്ദേഹം MP ആവുന്നു, തുളസിയെ കൊണ്ടുവരുന്നു, ഭാര്യയെ MLA ആക്കുന്നു. MLA ആക്കിയെന്ന് മാത്രമല്ല മന്ത്രിസഭയിലോട്ടും കൊണ്ടുവരുന്നു. പിന്നെ മുൻ മന്ത്രി PJ ജോസഫിൻ്റെ മകൻ അനൂപ് ജോസഫ്. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക, അദ്ദേഹത്തിന് ചീഫ് വിപ്പ കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ആർക്കൊക്കെ ഇതിനു മുമ്പ് അച്ഛന്മാർക്ക് മന്ത്രിസഭ കിട്ടിയിരുന്നോ അത്തരത്തിൽ മക്കൾക്കും കൊടുക്കുന്ന ഒരു എന്താ പറയുക പൂർണ്ണമായിട്ടും ഒരു കുടുംബാധിപത്യ കോൺഗ്രസ് ആയിട്ട് കോൺഗ്രസിന് ഞാൻ വിലയിരുത്തുന്നു. ഇതിനെ എങ്ങനെ തോന്നുന്നത്? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് കുടുംബാധിപത്യ പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങനെ എടുത്ത് നോക്കിയ രാഹുൽ ഗാന്ധി അവിടെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതിനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കിക്കാണാം. വേണമെങ്കിൽ മാത്രമല്ല, അത് അങ്ങനെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ എന്താ പറയുക പ്രത്യേകിച്ച് കഴിവുണ്ടായിട്ടൊന്നുമല്ല. അച്ഛൻ ഈ പറഞ്ഞ പോലെ ആയിരുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ബാക്കി കുടുംബക്കാർ നെഹ്റുവിൻ കുടുംബം അങ്ങനെ ആവുന്നു എന്നുള്ളതും, രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ആ ഒരു രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും എല്ലാവരും ഈ പറഞ്ഞ പോലെ വന്നിട്ട് ഒരിക്കലുമില്ല. രാഹുൽ ഗാന്ധി കഴിവില്ലാഞ്ഞിട്ടും വന്നു എന്ന് പറഞ്ഞാൽ യോജിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി കൃത്യമായിട്ടും കഴിവുള്ള നേതാവ് തന്നെയാണ്. ആസാദിനെ പോലത്തെ ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്നോട്ട് പുറത്തു പോകുന്നു. ഇത്രയും തലമുതിർന്ന നേതാക്കന്മാർ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നില്ല. മമതാ ബാനർജിയെ പോലെ ഒരാൾ പുറത്തോട്ട് പോകുന്നു. കേജ്രിവാളിന് കൂടെ പിടിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഹരിയാന പോലും കൈ കിട്ടുമായിരുന്നു. ഇത്രത്തോളം പക്വത ഇല്ലാത്ത രാഹുൽ ഗാന്ധി, കോൺഗ്രസിൽ പറഞ്ഞ പോലെ കുടുംബാധിപത്യത്തിന് കാരണം മാത്രം കയറി വരുന്ന പല നേതാക്കന്മാർ പാർട്ടിയെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള ഒരു നേതാവായിട്ട് എനിക്ക് പലപ്പോഴും പല കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധി അത്രയും നിഷ്കളങ്കനായ അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ള കഴിവിൽ കെട്ട ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി എന്താണെന്നുള്ളത് രാഹുൽ ഗാന്ധി പിന്നീട് തെളിയിക്കട്ടെ. ഇപ്പോൾ പറയുന്നത് പോലെ പ്രധാനം ഈ കാർട്ടൂണുകളിലും അല്ലെങ്കിൽ ട്രോളുകളിലും കൂടെ അല്ലെങ്കിൽ PR വർക്കിന്റെ ബലത്തിൽ മാത്രം വലിയവനാകാനും ചെറിയവനാകാനും ഒരാളെ ഡിഫൈൻ ചെയ്യാനും പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ ഒരു പപ്പു ഇമേജിലേക്ക് കൊണ്ടുവന്നതിന്റെ ഒരു പ്രധാന പങ്ക് സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ട്. അപ്പൊ ആ തരത്തിൽ മാത്രം നോക്കിക്കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എനിക്കിത്. ഇപ്പോൾ കുടുംബാധിപത്യം ഇപ്പോഴത്തെ VD സതീശൻ മന്ത്രിസഭയിലെ കുടുംബാധിപത്യമാണ് ഫവാസ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ എന്തായിരുന്നു സംഭവിച്ചതെന്നും കൂടി ആലോചിക്കണം. പിന്നെ അതിനു മുന്നേ പറയട്ടെ, ഇപ്പൊ VD സതീശൻ എന്ന് പറയുന്ന ആള് ഏത് മന്ത്രിയുടെ മകനായിരുന്നു? ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. ഏത് പാരമ്പര്യത്തിന്റെ വഴിയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ? ബാക്കി എല്ലാവരും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുടുംബാധിപത്യം വഴി കൊടുക്കേണ്ടതായിരുന്നു എന്ന് വെച്ചാല് ചാണ്ടി ഉമ്മൻ ഉറപ്പായിട്ടും കിട്ടേണ്ടതായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകനാണ്, അദ്ദേഹത്തിന് കിട്ടിയില്ലല്ലോ. അപ്പൊ കുടുംബാധിപത്യമാണ് ഇതിന്റെ റീസൺ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ മാനദണ്ഡം കുടുംബാധിപത്യമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിൽ വരണമായിരുന്നു. കുടുംബാധിപത്യം ഏറ്റവും കൂടുതൽ കിട്ടി അച്ഛൻ മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മകനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കിട്ടേണ്ടതായിരുന്നു. പിന്നെ മുരളീധരൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയത് കരുണാകരന്റെ ബേസിൽ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് അദ്ദേഹം നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിൽ ഇത്രയും നാള് ഈ പറയുന്ന പെങ്ങള് പത്മജ പോലും അത് പാർട്ടിയിലേക്ക് പോയിട്ട് പോലും
ഇത്രയും കെ മുരളീധരനെ ശരിക്കും പാർട്ടി തോപ്പിച്ചു എന്ന രീതിയിൽ തന്നെ തൃശ്ശൂർ കഴിഞ്ഞ തവണ നിർത്തി അദ്ദേഹം തോറ്റതൊക്കെ കൃത്യമായിട്ടും പാർട്ടിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കിട്ടാണ്ട് തന്നെ പോയതാണ്. അപ്പൊ അത്രയും നാണം കെട്ട ഒരു തോൽവിയിലേക്ക് പോയിട്ട് പോലും അദ്ദേഹം പിന്നെയും ഈ പാർട്ടിയിൽ തന്നെ നിന്ന് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ പ്രാവശ്യം ജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. അത് കരുണാകരന്റെ മകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം പ്രവർത്തന പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടും കഴിവുള്ളത് കൊണ്ട് തന്നെ വന്ന ഒരാളാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അതിനെ കുടുംബാധിപത്യമായിട്ട് മാത്രം നോക്കിക്കാണാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ വന്നത്, ഇബ്രാഹിം കുഞ്ഞ് അതൊരു കാവ്യനീതിയായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്നുവെച്ചാല് ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന മനുഷ്യനെ പാലാരിവട്ടം പാലത്തിന്റെ ഈ വിഷയം വന്നിട്ട് അതിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് അകത്തിടുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. ഒരു ക്യാൻസർ പേഷ്യന്റിനോട് കാണിക്കേണ്ട ഒരു സാമാന്യ ഇതുപോലും കൊടുക്കാണ്ട്, ഒരു രോഗി എന്നുള്ള പരിഗണന പോലും കൊടുക്കാണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പാലത്തിന്റെ ബലം പരീക്ഷിച്ച് നോക്കണം എന്ന് പറഞ്ഞു, അതുപോലും സ്വീകരിച്ചില്ല. ഇപ്പോഴും ആ കേസ് വിജിലൻസിൽ കിടക്കുമ്പോഴും ആ കേസ് കൃത്യമായിട്ട് അന്വേഷണം വരികയോ അല്ലെങ്കിൽ അതിൽ പരീക്ഷണം നടത്തോ, അദ്ദേഹം മന്ത്രിയായിരുന്നു എന്നുള്ളൊരു കുറ്റം മാത്രമാണ് അദ്ദേഹം ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇപ്പോ ഈ ഒരു CPM സർക്കാർ ഭരിച്ച അല്ലെങ്കിൽ LDF സർക്കാർ ഭരിച്ച സമയം കൊണ്ട് എത്ര പാലം ഇടിഞ്ഞു വീണു? മുഹമ്മദ് റിയാസ് ഏതൊക്കെ കേസിലകത്ത് പോയിട്ടുണ്ട്? അദ്ദേഹത്തിനെതിരെ ഈ ചെറു വിരൽ അനക്കിയിട്ടുണ്ടോ? എത്ര പാലം വീണിട്ടുണ്ട്? അന്നൊരു പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ രോഗിയായ ഒരു മനുഷ്യനെ പിടിച്ച് ക്രൂശിച്ചതും ആ വേദനയിൽ അദ്ദേഹം അവസാനം മരണപ്പെടുന്നതും ഒക്കെ ജനങ്ങൾ കണ്ടു നിന്നതാണ്. അതിന് ഇപ്പൊ P രാജീവിന് കൊടുത്ത വലിയൊരു അടി തന്നെയാണ്. രാജീവിന്റെ ഒരു തോൽവി എന്ന് പറയുന്നത് ഇബ്രാഹിം കുഞ്ഞിന്റെ ആ ഒരു കേസ് വന്ന സമയത്ത് രാജീവ് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് തെളിവ് പോലും ഇത്രയും വർഷം ഇവര് ഭരിച്ചിട്ട് ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ആ പാലത്തിന്റെ ബലപരീക്ഷണം നടത്താൻ പറ്റിയിട്ടുണ്ടോ? അതിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ തെറ്റ് എവിടെയാണ് കണ്ടിട്ടുള്ളത്? എന്നിട്ടും അദ്ദേഹം അകത്ത് പോയി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു, അവസാനം മരണപ്പെട്ടു. അങ്ങനെയുള്ളൊരു അച്ഛന്റെ പാരമ്പര്യം അല്ലെങ്കിൽ അച്ഛൻ അനുഭവിച്ചതിനൊക്കെ ഈ മകൻ മന്ത്രിയാവുന്നതിലൂടെ എങ്കിലും ഒരു പരിഹാരം ആവുകയാണെങ്കിൽ അതങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. അതൊരു കാവ്യനീതിക്ക് അപ്പുറത്തേക്ക് അതിനെ കുടുംബാധിപത്യമായിട്ട് കാണേണ്ടി വരുന്നില്ല എന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഇപ്പം ലീഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ CH മുഹമ്മദ് കോയയുടെ മകനായിട്ടാണ് ഈ പറഞ്ഞ പോലെ MK മുനീർ വരുന്നത്. അതേപോലെ തന്നെയാണ് ഈ വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ അച്ഛൻ എങ്ങനെയായിരുന്നു ആ പിൻതലമുറ, അതൊരു കാവ്യനീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ പറയട്ടെ. ഈ പറയുന്നത് പോലെ സഖാക്കന്മാര് പറയുന്ന ഒരു ഡയലോഗുണ്ട്. നേരത്തെ പിണറായി വിജയന്റെ ഒരു കേസിൽ തന്നെ ഒരു മുതിർന്ന സഖാവ് പറഞ്ഞു, ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം മകൻ സഖാവാണ് അല്ലെങ്കിൽ മക്കള് അവരുടെ അവകാശികള് സഖാവാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അവർ കാണുന്നതെന്നുള്ളത്. അതായത് പിണറായി വിജയന്റെ മക്കള് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ സഖാവാണ് എൻ്റെ മകൻ എന്ന് പറയുന്നതാണ് ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. പക്ഷെ ഈ പറയുന്നവരാരും മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നില്ല CPM-ല്. പക്ഷെ അവർക്ക് അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നിട്ട് കിട്ടാവുന്ന ഇനത്തിന്റെ മാക്സിമം, അതായത് മകള് ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത മകൾക്ക് AKG സെന്റർ സ്വന്തം കമ്പനിയുടെ അഡ്രസ്സായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പാർട്ടിയെ മാറ്റിയ അത്രയും വലിയ പാതകാണോ ഇവിടെ? അച്ഛൻ ഇതായിരുന്നു, അച്ഛൻ മന്ത്രി ആയിരുന്നത് കൊണ്ട് മാത്രം ഇപ്പൊ മന്ത്രിയായ ആൾക്കാർക്കെതിരെ ഉന്നയിക്കേണ്ടി വരുന്ന ഈ ഒരു ആരോപണം, അവര് രാഷ്ട്രീയ വഴികളിലേക്ക് അവര് പിന്തുടർന്ന രാഷ്ട്രീയ വഴിയിലേക്ക് സ്വന്തം മക്കളെയും കൊണ്ടുവന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അച്ഛന്റെ ലെഗസി പിന്താങ്ങിക്കൊണ്ട് മക്കളും രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നുള്ളതിനെ അതൊരു തെറ്റായിട്ടാണ് ഫവാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ അച്ഛന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ഡീലുകൾ ഉറപ്പിച്ച് ഒരുപാട് മനുഷ്യന്മാരുടെ വേർപ്പിന്റെ ഇതായിട്ടുണ്ടായിരിക്കുന്ന AKG സെന്റർ പോലൊരു സ്ഥലം, AKG സെന്റർ സ്വന്തം കമ്പനിയുടെ, അത് എക്സാലോജിക്ക് പോലൊരു കമ്പനിയുടെ സ്ഥിരം അഡ്രസ്സായിട്ട് പെർമനന്റ് അഡ്രസ്സായിട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ മകളുടെ പേരിൽ തറവാട്ട് പേരായിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്ന CPM-ഉം അച്ഛന്റെ പാതയിൽ കൂടെ രാഷ്ട്രീയത്തിൽ വന്ന് മത്സരിച്ച് ജയിച്ചതല്ലേ? വെറുതെ വന്ന് മന്ത്രിയായതല്ലോ. അച്ഛൻ മന്ത്രിയായിരുന്നു, എനിക്ക് മന്ത്രിയാവണം എന്ന് പറഞ്ഞിട്ട് മന്ത്രിയായതല്ലോ. മത്സരിച്ച് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടില്ലേ മന്ത്രിയാവുന്നത്? ഈ പറഞ്ഞ ഫവാസ് ആരോപിച്ച ഓരോരുത്തരും മന്ത്രിയായത് അങ്ങനെ തന്നെയല്ലേ? അല്ലാണ്ട് നേരെ വന്നിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് PK ശ്രീമതിയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത്, ഷംസീർ നിൽക്കുന്ന ഒരു സമയത്ത് ഇവർക്കൊക്കെ കിട്ടേണ്ടിരുന്ന സ്ഥാനം മാറ്റി വെച്ചുകൊണ്ട് റിയാസിനെ മത്സരിപ്പിച്ചത് എന്തിന്റെ പേരിലായിരുന്നു? മകളുടെ ഭർത്താവ് എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിലായിരുന്നു, മരുമോനിസമായിരുന്നു. അപ്പോൾ കുടുംബാധിപത്യത്തിന് കളിയാക്കുമ്പോൾ ഇപ്പൊ മന്ത്രിയായതും ഇപ്പോ ഇതില് OJ ജനീഷൊക്കെ പെട്ടെന്ന് മന്ത്രിയായി എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ റിയാസും മന്ത്രിയായതും പൊതുമരാമത്ത് പോലൊരു വകുപ്പ് കിട്ടിയതും ഈ ഭരണം മൊത്തം നോക്കി നടത്തിയതും ഷംസീറിനെ ഉൾപ്പെടെയുള്ള ആളുകളെ വെട്ടിയതും PK ശ്രീമതിയെ വെട്ടിയതും എല്ലാം ശൈലജ ടീച്ചറെ വെട്ടിയതും
ഒക്കെ മരുമകന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതും കുടുംബാധിപത്യല്ലേ? അതിനപ്പുറത്തേക്ക് എന്ത് കുടുംബാധിപത്യമാണ് ഇവിടെ? ഇവരൊക്കെ മത്സരിച്ച് ജയിച്ചു വന്നതല്ലേ. ഇപ്പൊ റിയാസ് ആണെങ്കിലും മത്സരിച്ച് ജയിച്ചതാണ്. ഇപ്പുറത്തെ ഇവരും മത്സരിച്ച് ജയിച്ചു വന്നതാണ്. എൻ്റെ അച്ഛൻ ഇതായിരുന്നു, അച്ഛന്റെ ജോലി ഇപ്പോൾ സർവീസിലിരുന്ന് മരിക്കുമ്പോൾ അച്ഛന്റെ ജോലി മക്കൾക്ക് കിട്ടുന്നത് പോലെ കിട്ടിയതല്ലല്ലോ. ഇവരൊക്കെ മത്സരിച്ച് ജയിച്ച് ജനങ്ങൾ ജയിപ്പിച്ച് വന്നിട്ട് മന്ത്രിസഭയിലേക്ക് വന്നവരാ, അല്ലെങ്കിൽ MLA ആയി മന്ത്രിയായി വന്നവരല്ലേ. അല്ലാണ്ട് അപ്പുറത്ത് അച്ഛൻ ഈ രാഷ്ട്രീയത്തിലൊന്നുമില്ല. നമ്മൾ സ്വകാര്യവൽക്കരണത്തിനൊക്കെ എതിരാണ്, സ്വകാര്യ കോളേജുകൾക്കെതിരെയൊക്കെ സമരം ചെയ്യും, എന്നിട്ട് സ്വകാര്യ കോളേജിൽ തന്നെ പഠിച്ചിറങ്ങും, എന്നിട്ട് വിദേശത്ത് പോയിട്ട് എല്ലാ ഫെസിലിറ്റിയോടും കൂടി ജീവിക്കും, എന്നിട്ട് അച്ഛൻ്റെ പേരിൽ അച്ഛൻ മുഖ്യമന്ത്രിയാണ് മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പേരിൽ ഒരുപാട് സംഘടനകളുടെ ഈ പറയുന്ന പോലെ മാസപ്പടി ഉൾപ്പെടെ വാങ്ങിക്കും. പിണറായി വിജയന്റെ മകള് വീണ വിജയനും വിവേക് തായ്ക്കണ്ടിയൊക്കെ ഈ പറയുന്നത് പോലെ കുടുംബാധിപത്യം പിന്തുടർന്നുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിന്റെ മറവിൽ അവർ എത്രത്തോളം കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. AKG സെന്ററിന്റെ പേര് പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു കച്ചവടം നടത്താന്നുണ്ടെങ്കിൽ അതിലും വലിയ എന്ത് കുടുംബാധിപത്യമാണുള്ളത്? MV ഗോവിന്ദന്റെ മകൻ, അദ്ദേഹം ഏതൊക്കെ സംഘടനകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതികളിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഇപ്രാവശ്യം MV ഗോവിന്ദന്റെ ഭാര്യ മത്സരത്തിൽ ഇറങ്ങിയത് പോലും MV ഗോവിന്ദന്റെ താല്പര്യത്തെക്കാൾ അപ്പുറം മകനാണ് ഇറക്കിയത് എന്നുള്ളത് കൃത്യമായിട്ടും തെളിവുള്ള അറിവുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. തോമസ് ഐസക്കിന്റെ മകൻ, ശ്രീമതി ടീച്ചറുടെ മകൻ, MA ബേബിയുടെ മകൻ, ഇവരെല്ലാവരും രാഷ്ട്രീയത്തിലില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ അച്ഛന്മാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ എല്ലാ രാഷ്ട്രീയ പിന്തുണകളും നേടിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പദവിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരുപാട് സമ്പാദിക്കുന്നവരാണ്. ആ കുടുംബാധിപത്യത്തെ കാണാണ്ട് അച്ഛന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ജനവിധി തേടി ജയിച്ച് വന്ന് മന്ത്രിയാവുന്നവരെ കല്ലെറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ആ രീതിയിലല്ല. കാരണം മാത്രം നോക്കിയാൽ മതി. ഒരുപാട് നേതാക്കന്മാരുണ്ട് അവിടെ. ഇപ്പം അവരെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പൊ ലീഗ് എടുത്തു കഴിഞ്ഞാൽ RS ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉല്ലാസ് കോവൂരി പറഞ്ഞ പോലെ ഏകദേശം ഒരു 5 വർഷം, 3 ടേമായിട്ട് ഏകദേശം 15ഓളം വർഷം അവിടെ എന്താ പറയുക കുഞ്ഞൂർ കോമോനോടായിട്ട് മത്സരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം തോറ്റ് ഇപ്പൊ ജയിച്ചു വന്നു. നേരെ കുറച്ച് ഷിബു ബേബി ജോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വട്ടം മന്ത്രിയായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛൻ മന്ത്രിയായിട്ടുണ്ട്, പിന്നീട് 2 വട്ടം അദ്ദേഹം തോറ്റു എന്നേ ഉള്ളൂ. അപ്പം ഓൾറെഡി മന്ത്രിമാർക്കിടെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്രത്തോളം ഇപ്പം അദ്ദേഹത്തിന് കുറച്ച് ഏജ് ആയാണ്, പക്ഷെ എന്തുകൊണ്ട് പക്വം എന്ന് പറഞ്ഞ നേതാവാണ് ഉല്ലാസ് കോവിനെ പോലത്തെ നേതാവാക്കി. അപ്പോൾ അദ്ദേഹത്തോട് എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല? സെയിം സാധനം തന്നെ കോൺഗ്രസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും. അപ്പം ചാണ്ടിയുമ്മൻ്റെ കാര്യം ഞാൻ അത് സാധനം ഒഴിവാക്കുന്നു. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പല മുരളീധരനെ പോലത്തെ ആൾക്കാർ, അപ്പം അതിലും കഴിവുള്ള ഒരാൾക്കാരുണ്ടാവരെ ഇവർക്കൊക്കെ ഒരു വട്ടം ചാൻസ് കൊടുത്തതാണ്. സോ ചാൻസ് കിട്ടാത്ത ഒരുപാട് നേതാക്കന്മാരും അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർ കൊടുത്തുവിടാം? അവർക്ക് കൊടുത്തുകൂടായിക ചോദിക്കുമ്പോൾ 102 പേരും കഴിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനവിധി തേടി ജയിച്ചു വന്ന ആൾക്കാരാണ്. ഈ 102 പേരെയും കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ ഓൾറെഡി ട്രൈ ചെയ്തതാണല്ലോ. ഇപ്പൊ കാരണം ഇവരെ കഴിവൊരുവട്ടം കാണിച്ചതാണ് മന്ത്രിയായിട്ടുള്ളതൊക്കെ. സോ ബാക്കിയുള്ളവർക്ക് കൂടി ചാൻസ് കൊടുക്കണ്ടേ? അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരൊക്കെ എങ്ങനെയൊക്കെ മീൻസ് സ്പെഷ്യലായിട്ട് ഈ സാധനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സാധനങ്ങളൊക്കെ. ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ 2ാം ടൈമിൽ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരെയും ഫ്രഷേഴ്സിനെയാണ് കൊണ്ടുവന്നത്. എന്താ ഈ അവസ്ഥ? ഒരു കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേര് ഇതിൽ വരുന്നതിന് എതിർത്ത് പറയാൻ പറ്റാത്തത് കഴിഞ്ഞ ഭരണം മുന്നിൽ മാതൃകയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ആദ്യത്തെ ടേമിൽ ഇതുപോലെ തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ ഇറക്കി കളിച്ചത് കൊണ്ട് ആ ഭരണം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ജനങ്ങൾ 5 വർഷത്തേക്ക് നമ്മൾ ഇപ്പോൾ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വഴികാട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷണ വസ്തുക്കളൊന്നും അല്ല ആരുടെയും. എല്ലാവരെയും ഫ്രഷേഴ്സായിട്ട് കഴിഞ്ഞ തവണ പിണറായി വിജയൻ പരീക്ഷിച്ചതുപോലെ ഫ്രഷറായിട്ട് ഇറക്കി പുതിയ ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുത്ത് കുട്ടിച്ചോറാക്കിയതുപോലെ ആവണ്ട എന്നോർത്തിട്ടായിരിക്കാം കുറച്ചുകൂടി പ്രവർത്തന മികവുള്ളവരെ ഇറക്കിയത്. ഒരുപാട് പേർക്ക് കിട്ടാൻ സാധ്യതയുള്ളവരെയൊക്കെ തള്ളിക്കളഞ്ഞതിനോട് ഞാനും എതിർപ്പ് കാണിക്കുന്നു. പക്ഷേ ഈ വൈക്കം പോലൊരു മണ്ഡലം ഇപ്രാവശ്യം ബിനിമോൻ പിടിച്ചു. വൈക്കത്ത് ഇതുവരെ വർഷങ്ങളായിട്ട് CPMന്റെ ഒക്കെ കുത്തകയായിട്ട് ഇരുന്നിരുന്ന ഒരു സ്ഥലം ബിനിമോനെ പോലെ ഒരാളെ പിടിച്ചു. ഈ ബിനിമോൻ എന്ന് പറയുന്ന ആള് കുടുംബാധിപത്യത്തിന്റെ പുറത്തൊന്നും വളർന്നു വന്ന ആളെയല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് വാർക്കപ്പണിക്കും കോൺട്രാക്ട് വർക്കുകൾക്കും ഒക്കെ പോകുന്ന അത്രയും സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ ഒരാൾക്ക് സീറ്റ് കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ, അല്ലെങ്കിൽ അതുപോലെ ഒരാളെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഒരു മനസ്സും കൂടെ ഈ പറയുന്ന കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. കുടുംബാധിപത്യത്തിന്റെയും അല്ലെങ്കിൽ പൈസയുടെയും അല്ലെങ്കിൽ ഇതുപോലത്തെ പാരമ്പര്യത്തിന്റെയും മാത്രം പുറകെ പോയതാണെന്നുണ്ടെങ്കിൽ ബിനിമോനെ പോലെ ഒരാൾക്ക് ഒരിക്കലും സീറ്റ് കൊടുക്കില്ല. അവിടെ ഒരുപാട് മത്സരങ്ങൾക്കിടയിലും ബിനിമോന് സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിനെ ജയിപ്പിച്ചുകൊണ്ട് വരാനുള്ള ഒരു ആർജവം കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പോലും ആരുടെയും പാരമ്പര്യം പിന്തുടർന്ന് വന്ന ആളല്ല. ഒരു ഗ്രൂപ്പുകളുടെയും ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നും അല്ല അദ്ദേഹം. അപ്പൊ അതുപോലെ
അങ്ങേയറ്റം തന്നെ ഇങ്ങനെയാകുമ്പോൾ പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആളുകൾ ആ കൂട്ടത്തിലുള്ളത് നല്ലതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരെയും ഫ്രഷറായിട്ട് പിടിച്ച് ഇട്ടിട്ട് പുതിയൊരു പരീക്ഷണശാലയാക്കി മാറ്റുന്നതിനേക്കാളും കുറച്ച് ബെറ്റർ അല്ലേ ഇത്? പിന്നെ കുടുംബാധിപത്യത്തിന്റെ പുറത്ത് മാറ്റി നിർത്തിയതാണെങ്കിൽ ചാണ്ടി ഉമ്മനൊക്കെ ആദ്യമേ കിട്ടേണ്ടതായിരുന്നല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ വന്നിരിക്കുന്ന മന്ത്രിസഭ ഇനിയിപ്പോ മുരളീധരനൊക്കെ ആണെങ്കിലും ഭരിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാരുടെ കയ്യിലാവുമ്പോൾ കുറച്ചും കൂടി ഒ ജെ ജനീഷിനെ പോലുള്ള ഒരു ഫ്രഷറാണ്. അപ്പൊ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇവർ ഇറക്കിയതെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കുടുംബാധിപത്യം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല.